ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാൻ 4 കപ്പ് ബസ്മതി അരി എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാനായി മാറ്റിവെക്കാം. ഇതിനായി ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, ക്യാബേജ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ബീൻസ് കുറച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ 3 സവാളയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കറിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 2 ഏലക്ക, 10-12 കുരുമുളകും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് സവാളയും ചതച്ച് വെച്ചിരുന്ന 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലിലും ചെയ്തെടുക്കാവുന്നതാണ്, പക്ഷേ നെയ്യിലും വെളിച്ചെണ്ണയിലും ചേർത്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. സവാള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഗ്രീൻ പീസ് എടുക്കുമ്പോൾ ഫ്രോസൺ പീസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വേവിക്കേണ്ട കാര്യമില്ല. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കഴുകി വെള്ളം വാർന്ന് വെച്ച അരിയും അല്പം മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എരിവ് കൂടുതലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള 6 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. 1 വിസിലിന് ശേഷം സ്റ്റീം മൊത്തം പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള വെജ് പുലാവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇതോടൊപ്പം അല്പം സലാഡും പപ്പടവും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ആ ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.